നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്തിനാ അച്ഛാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തുന്നേ? ജോലിക്ക് പോകാൻ തയ്യാറാവുന്നതിന്റെ ഇടയിൽ അവള് വിളിച്ചത്. എന്തെങ്കിലും അവൾക്ക് സന്തോഷം തോന്നുന്ന കാര്യം പറഞ്ഞൂടെ അച്ഛന്? എന്റെ ഒരു ആഗ്രഹമല്ലേ മോളെ, അവളോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? മോളെ പാറു, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ അച്ഛൻ പറഞ്ഞത്. മോളി ആഗ്രഹം സാധിച്ചു തരണം. അത്ര പെട്ടെന്നൊന്നും അച്ഛൻ പോയില്ല. ഞാനും ചേച്ചിയും വിട്ടിട്ട് വേണ്ടേ പോവാൻ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എന്റെയും കല്യാണം കഴിഞ്ഞ് ചേച്ചിയുടെ മക്കളെ വളർത്തി എന്റെ മക്കളെയും വളർത്തി അവരുടെയൊക്കെ മുത്തശ്ശനായി അവരെയൊക്കെ മുതുകിലേറ്റി ആന കളിപ്പിച്ച് അവരും വളർന്ന് അവരുടെ മക്കളുടെ കല്യാണവും കഴിഞ്ഞ് അതിനുശേഷേ ഞങ്ങൾ അച്ഛനെ വിട്ടുകൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്ക് മോളെ. അച്ഛൻ പറയുന്നതേ, മരിക്കുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിലേ ഇനിയൊന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇനി എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ഫോൺ വെക്കും. അച്ഛ ഫോണിങ് തന്നെ. പാറു, ഫോണില് സംസാരിച്ചോണ്ട് നിന്നാ ജോലിക്ക് കേറാൻ വൈകില്ലേ? ഞാൻ രാത്രി വിളിക്കാം. ചേട്ടന്റെ ഫോൺ. അവൻ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാറില്ല. അവൻ എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കി ഇത് തുറന്നു നോക്കി അറിയാലോ. അമ്മേ, എന്താടി? ചായക്കാണെങ്കിൽ ഇവിടെ വന്നെടുത്ത് കുടിക്കേ. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ നേരമില്ല. എനിക്ക് ചായ ഒന്നും വേണ്ട. അമ്മ ഇങ്ങോട്ടൊന്ന് വരുവോ? വേഗം വാ. എന്താടി? അമ്മ ഇതൊന്ന് നോക്കിയേ. ഇത് എന്റെ മോനാണല്ലോ. എത്ര സുന്ദരനാ എന്റെ മോൻ. സിനിമാ നടനെ പോലെയുണ്ട് അല്ലേ മോളെ? സിനിമാ നടനെ പോലെയുള്ള സ്വന്തം മോനെ മാത്രമേ അമ്മ ഈ വീഡിയോ കാണുന്നുള്ളൂ. വേറെ ആരെ ഇതിൽ കാണുന്നില്ലേ? എല്ലാരും ഉണ്ടല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് കത്തിയില്ല. എന്റെ അമ്മയുടെ പൊന്നുമോൻ വെറും ഉടായ്പാന്ന് ഞാൻ പറയാറില്ലേ? അത് 100% സത്യാന്ന് തെളിയിക്കുന്ന വീഡിയോ ആണിത്. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടൻ 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. എവിടെ പോവാന്ന് അമ്മയോട് പറഞ്ഞത്? അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യന്റെ നാട്ടിലേക്ക്. ആ പയ്യന് പെണ്ണ് കാണാൻ. ഏത് പയ്യന്? അതെനിക്കറിയില്ല. അമ്മയ്ക്ക് പരിചയമില്ലാത്ത പയ്യനെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടോ? എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് വെച്ച് എടുത്ത വീഡിയോ ആണിത്. ഗ്രാമത്തിൽ നിന്ന് വന്ന ആരാ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്നത്? അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. പാർവതി. പാർവതി. അവളുടെ നാട്ടിൽ വെച്ച് എടുത്തതാ ഇത്. എന്ന് വെച്ചാ കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോവാന്ന് അവൻ അമ്മയോട് പറഞ്ഞത് കള്ളവാ. അവൻ പോയതേ പാർവതിയുടെ നാട്ടിലേക്കാ. അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാനൊരു 1000 അല്ല 1,00,000 തവണ അമ്മയോട് പറഞ്ഞതാ. അമ്മ കേട്ടില്ലല്ലോ. അവനെ ഉടായ്പെന്ന് വിളിച്ചാ പോരാ, ഉടായ്പിന്റെ രാജാവെന്ന് വിളിക്കണം. പ്രിയ. ഉടായ്പേ. എടാ പ്രിയ. അവന് നല്ലോണം കിട്ടും. എന്നോട് പോലും പറയാതെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കുമല്ലേ. കിട്ടണോ അവന്? അമ്മേ, ലഞ്ച് ബോക്സ് എടുത്തു വെച്ചോ. നിന്നോട് ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ അവനെ ഇഷ്ടപ്പെട്ടോ? അതൊക്കെ വന്നിട്ട് പറയാമേ. ജോലിക്ക് പോകാൻ സമയമായി. അമ്മ കഴിക്കാൻ എടുത്തു വെക്ക്. എടി, ലഞ്ച് ബോക്സ് എടുത്തു വെക്ക്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. പെണ്ണിനെ അവന് ഒരുപാട് ഇഷ്ടമായി. ഒരുപാടെന്ന് പറഞ്ഞാ ഒരുപാട്. പെണ്ണിന്റെ വീടും ചുറ്റുപാടും ഒക്കെ എങ്ങനെ?
വലിയ പണക്കാരാണോ? പണക്കാരൊന്നുമല്ല, കുടുംബത്തില് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടുകാരൻ നല്ലവരാ, നല്ല സ്നേഹമുള്ളവരാ. എന്താ പെണ്ണിന്റെ പേര്? പേര് പേര് എന്താ പേര് പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അല്ല, അവളുടെ നാടോ അതും മറന്നുപോയോ? അത് പാർവതി എന്നല്ലേ? കറക്റ്റ് അമ്മേ. അത്